ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. പായൽ കപാടിയ ഡയറക്റ്റ് ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന മൂവിയുടെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിൽ അവരുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വന്ന് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. മലയാളത്തിൽ നിന്നും കനി കുസൃതി, ദിവ്യപ്രഭ, ഋതു ഹാറൂൺ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവർ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് 8 മിനിറ്റ്സ് നീണ്ടു നിന്നിരുന്ന സ്റ്റാൻഡിംഗ് ഒവേഷനാണ് കാൻസിൽ കിട്ടിയത്. ഇത് കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു ഓഡ് വൺ ഔട്ടായിട്ട് തോന്നിയത് കനി കുസൃതിയുടെ കയ്യിലിരിക്കുന്ന ആ വാട്ടർമെലൺ ബാഗ് ആയിരിക്കും അല്ലേ? എങ്കിൽ ആ പർട്ടിക്കുലർ ബാഗ് തന്റെ ഫസ്റ്റ് എവർ കാൻസ് അപ്പിയറൻസ് കൊണ്ടുവരാൻ കനി കുസൃതിക്ക് ഒരു റീസൺ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ വാറിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? 1967 ഇസ്രായേൽ പലസ്തീൻ വാറിന് ശേഷം ഗാസയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്ത ഇസ്രായേൽ മിലിറ്ററി പലസ്തീൻ ജനതകൾക്ക് അവരുടെ ഫ്ലാഗ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നില്ല. ഇസ്രായേൽ ഒക്യുപ്പേഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച പലസ്തീൻ ജനതയ്ക്ക് അവരുടെ റെഡ്, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലുള്ള ഫ്ലാഗിന് പകരമായി അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ ആയിരുന്നു വാട്ടർമെലൺ. ഒരു ഫ്രൂട്ട് എങ്ങനെയാണ് പലസ്തീൻ ജനതയുടെ റെസിസ്റ്റൻസ് സിംബൽ ആയതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറയാം. മെയിനായിട്ട് 2 റീസൺസ് ആണ് ഇതിനുള്ളത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് വാട്ടർമെലന്റെ കളർ തന്നെയാണ്. പലസ്തീൻ ഫ്ലാഗിലുള്ള റെഡ്, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ തന്നെയാണ് ഒരു സ്ലൈസ്ഡ് വാട്ടർമെലൻ പീസിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പലസ്തീൻ ഫ്ലാഗ് യൂസ് ചെയ്യാൻ സമ്മതിക്കാതിരുന്ന ഇസ്രായേൽ ആർമിയുടെ മുന്നിലേക്ക് വാട്ടർമെലൻ ഫ്ലാഗുകളും അതിന്റെ പീസുകളും ഒക്കെ വന്നുകൊണ്ടേയിരുന്നു. പലസ്തീൻ റെസിസ്റ്റൻസിന്റെ സിംബലായി വാട്ടർമെലൻ മാറിയതിന് 2 റീസൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർമെലൻ ആണ്. ഇസ്രായേൽ ഉപരോധത്തിലായ പലസ്തീൻ ജനതയ്ക്ക് പുറം ലോകവുമായി കാര്യമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പുറം രാജ്യങ്ങളിൽ നിന്നും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്ക് റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു. പലസ്തീൻ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് ഏരിയ ഫാമിങ്ങിന് യൂസ്ഫുൾ അല്ലാത്ത, അത്ര ഫെർട്ടൈൽ അല്ലാത്ത ലാൻഡാണ്. എങ്കിലും അവിടെ പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഫ്രൂട്ട് അത് വാട്ടർമെലൺ ആണ്. ഒക്ടോബർ 7 ഹമാസ് അറ്റാക്കിന് ശേഷം തുടങ്ങിയ ഇസ്രായേൽ പലസ്തീൻ വാറിന് തൊട്ട് മുൻപ് വരെ പലസ്തീൻ്റെ ഏത് കോർണറിലും നമുക്ക് വാട്ടർമെലൺ ഷോപ്പുകൾ കാണാമായിരുന്നു. ഒക്ടോബർ 8 തുടങ്ങിയ പലസ്തീൻ ഇസ്രായേൽ വാറിൽ ഇതുവരെ 35,000-ലധികം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പകുതിയിലധികം കുട്ടികളും ബാക്കിയുള്ളവരിൽ 90% സ്ത്രീകളും. ഇപ്പോൾ പലസ്തീൻ നടക്കുന്ന ജനോസൈഡിനെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രൊട്ടസ്റ്റുകളിലും വാട്ടർമെലൺ റെഫറൻസുകളുണ്ട്. പലസ്തീൻ സോളിഡാരിറ്റിയുടെ ഭാഗമായി തന്നെയാണ് കനി കുസൃതിയും വാട്ടർമെലൺ ബാഗുമായി കാൻസിൽ പോയത്. സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയുന്ന ഇപ്പോൾ റഫ ബോർഡർ വരെ എത്തി നിൽക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്കും തോന്നുന്നില്ല. കൊച്ചിയിലെ പനമ്പള്ളി നഗർ ബേസ്ഡ് ആയിട്ടുള്ള സോൾ സ്റ്റുഡിയോ ആണ് കനി കുസൃതിക്ക് വേണ്ടി ഈ വാട്ടർമെലൺ ബാഗ് ക്രാഫ്റ്റ് ചെയ്തത്. അതിന്റെ വീഡിയോ കനി തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇത്ര വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കനി കുസൃതിക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു കനീസ് ഫാദർ മൈത്രേയൻ. നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നുള്ള ഒരു റൈറ്റർ കം ആക്ടിവിസ്റ്റ് ആണ് മൈത്രേയൻ. അദ്ദേഹത്തിന്റെ മനുഷ്യരറിയാൻ എന്നൊരു ബുക്ക് ഒരു മസ്റ്റ് റീഡ് ആണ്. ഹ്യൂമാനിറ്റി ആൻഡ് പൊളിറ്റിക്സ് അപ്പാർട്ട് 2024 കാൻസ് ഗ്രാൻഡ് പ്രീ വിന്നർ ആണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് ലഭിക്കുന്നത്. പായൽ കപാടിയെ കുറിച്ച് കൂടി 2 വാക്ക് സംസാരിക്കാതെ ഈ വീഡിയോ പൂർണ്ണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും 2015 ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട് പുറത്താക്കപ്പെടുകയും സ്കോളർഷിപ്പ് ഗ്രാന്റ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പായൽ കപാടിയയ്ക്ക്. ഗജേന്ദ്ര സിംഗ് ചൗഹാൻ എന്ന ആക്ടറിന്റെ FTI ചെയർമാൻ അപ്പോയിന്റ്മെന്റ് ആണ് പായൽ കപാടിയെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിന്റെ പേരിൽ സ്റ്റിൽ പോലീസ് കേസ് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതേ പായൽ കപാടി തന്നെയാണ് ഇന്ന് ഇന്ത്യൻ സിനിമയെ ലോകത്തിന് മുന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്നും നമ്മൾ ഓർക്കണം. കനി കുസൃതി വാട്ടർമെലൺ ബാഗുമായി എന്തുകൊണ്ട് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോയെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.